മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്നും നമുക്ക് വളരെയധികം ഉന്മേഷം നൽകാറുണ്ട്. അത്തരത്തിലുള്ളൊരു സ്ഥലത്താണുള്ളത് വയനാടിൻ്റെ സ്വന്തം പൂപ്പൊലി. പൂപ്പൊലി 2024 ഓഗസ്റ്റ് 15 ആ ദിവസമാണ് ഞാനിവിടെ ഉള്ളത്. അതായത് ഇന്നാണ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ പുഷ്പമേള അവസാനിക്കുന്നത്. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വേർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തതും അതുപോലെ തന്നെ നല്ല രസമായിട്ട് നല്ല കളറിൽ പൂപ്പൊലി എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡും കിട്ടും. അവിടെ നിന്നിട്ട് നല്ല രസകരമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കിട്ടുന്നതാണ്. 10-13 ഏക്കറിൽ ഇങ്ങനെ പരന്ന് കിടക്കണ ചെടികളും പൂക്കളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ദിനം പ്രതി 20,000-ലധികം ആളുകൾ എത്തിച്ചേരുന്ന ഒരു പുഷ്പമേളയാണ് വയനാടത്തെ ഈ പൂപ്പൊലി നടക്കുന്ന ഇൻ്റർനാഷണൽ പുഷ്പമേള. കാർഷിക സർവകലാശാലയും കാർഷിക ജനങ്ങളും കൂടി ഒരുമിച്ച് നടത്തുന്ന ഈ പുഷ്പമേള വളരെയധികം വിജയത്തിലാണ്. കാരണം 8 വർഷമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂക്കളുടെ വശ്യചാരുത തന്നെയാണ് ഇത്തവണയും പൂപ്പൊലിയെ വേറിട്ട് നിർത്തുന്നത്. ഗ്ലാഡിയോലിയിൽ തുടങ്ങി റോസ് ഗാർഡനിലെത്തുമ്പോഴേക്കും ഒട്ടേറെ വിസ്മയിക്കുന്ന കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഗാർഡനെ പലതര ക്ലസ്റ്ററുകളായിട്ട് തിരിച്ച് ഓരോ ക്ലസ്റ്ററിൻ്റെയും അടുത്തുള്ള തടാകത്തിൻ്റെ നടുക്കലായിട്ട് കുറുകെ നിർമ്മിച്ചിട്ടുള്ള കൈപ്പത്തിയും അതുപോലെ തന്നെ വാട്ടർഫോൾസൊക്കെ വളരെ വിസ്മയമായിട്ട് തോന്നും. പ്രധാന ഗാർഡനിലെ ആ മയിലിൻ്റെ ദൃശ്യം ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അതിനോട് ചേർന്നിട്ടുള്ള ആ ചെടികളും പുഷ്പങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമാർന്നുള്ള വൈവിധ്യമാർന്നിട്ടുള്ള കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു ക്ലസ്റ്ററിൽ നിന്ന് മറ്റൊരു ക്ലസ്റ്ററിലേക്ക് വീതിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ചുറ്റും കാണുന്ന ഓരോ വ്യൂസും നമ്മളെ മനസ്സിനെ അത്രക്കധികം സ്പർശിക്കും. ശരിക്കും പറഞ്ഞാൽ അതൊരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു പെയിൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കളർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് സ്കെച്ചൊക്കെ ഇട്ടിട്ട് ചെയ്യാം. ഇതൊക്കെ എങ്ങനെ വളർത്തിയെടുത്ത് ഇങ്ങനെ കാക്കി മാറ്റണ്ടേ, അതിനാണൊരു കയ്യടി. വളരെയധികം മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ ഓരോ പാർട്സും ഒരുവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ പാട്ടായിട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓരോ ക്ലസ്റ്ററായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആ ക്ലസ്റ്ററിൻ്റെ ഓരോ ഭാഗത്തും പലതരത്തിലുള്ള പല വർണ്ണത്തിലുള്ള ചെടികൾ ഇങ്ങനെയൊക്കെ നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. ഇത്തരത്തിലുള്ള ഒരു അത്ഭുതം കൊണ്ട് തന്നെ ആയിരിക്കും അത്രയും നല്ല ഉച്ച സമയമായിട്ടും വയസ്സായവരും കുട്ടികളോ എല്ലാം അവിടെ തന്നെ നിന്നിട്ട് ഇതൊക്കെ ഓരോന്നും വീക്ഷിച്ച് കൊണ്ട് നടന്നു പോണത്. പിന്നെ എത്രയൊക്കെ ചൂടുണ്ടെങ്കിലും എനിക്ക് തോന്നിയത് ഈ ഒരു മരത്തണലിരുന്ന് കുട്ടികളെപ്പോലെ ഒരു ഐസൊന്നും തന്നെ ഇരുന്ന് എല്ലാം മറന്ന് അവിടുത്തെ ഓരോ വ്യൂസ് ഒന്ന് വീക്ഷിച്ചാൽ തീരാവുന്ന ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ നമുക്കുണ്ടാവുള്ളൂ.
അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാലിന്യമുക്ത കേരള ക്യാമ്പയിൻ കാണുന്നത്. അപ്പോൾ ഞാനും അതിൽ കയറി സൈൻ ചെയ്ത്, ഞങ്ങളെല്ലാവരും സൈൻ ചെയ്ത്. എന്തായാലും വിഷരഹിതമായിട്ടുള്ള വായു നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. അങ്ങനെ പൂപ്പൊലിയുടെ മറ്റൊരു ക്ലസ്റ്ററിലേക്ക് പോയപ്പോഴാണ് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സെമിനാറുകളും മത്സരങ്ങളും ഒക്കെ നടക്കുന്നൊരു ഭാഗത്തേക്ക് എത്തിയത്. അതിനോട് ചേർന്ന് തന്നെ കുട്ടികളുടെ ടോയ് വിൽക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും വളരെയധികം